വലിയ ബിസിനസ് അല്ല നമുക്ക് വേണ്ടത്, വി നീഡ് ബെറ്റർ ബിസിനസ്. വലിയ ടേൺ ഓവർ അല്ല നമുക്ക് വേണ്ടത്, വി നീഡ് ബെറ്റർ പ്രോഫിറ്റ്. വലിയ പ്രൊഡക്റ്റ് അല്ല നമുക്ക് വേണ്ടത്, വി നീഡ് ബെറ്റർ പ്രൊഡക്റ്റ്. വലിയ സ്റ്റാഫ് സ്ട്രെങ്ത് അല്ല നമുക്ക് വേണ്ടത്, വി നീഡ് ബെറ്റർ സ്റ്റാഫ്. വലിയ ഓഫീസ് അല്ല നമുക്ക് വേണ്ടത്, വി നീഡ് ബെറ്റർ ഓഫീസ്. വലുതല്ല, എന്ത് വേണം? ബെറ്റർ. അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ ബെറ്റർ ആക്കാം, കൂടുതൽ മികച്ചതാക്കാം എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വലുതിൻ്റെ പിന്നാലെ പോകാനാണ്. വലുതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മികച്ചതാകണം. മികച്ചത് മാത്രമേ വലുതാക്കാൻ പറ്റൂ. ആവറേജ് വലുതാക്കാൻ പറ്റില്ല, മികച്ചതേ വലുതാക്കാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക? പ്രിൻസിപ്പിൾ നമ്പർ 1, മേക്ക് അവർ ബിസിനസ് ബെറ്റർ, നോട്ട് ബിഗർ. കടം വാങ്ങി ബിസിനസ്സിൻ്റെ അത് ഗ്രോത്ത് കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കടം വാങ്ങി ബിസിനസ് ഗ്രോത്തിന് ശ്രമിക്കരുത്. കാരണം നമുക്കറിയില്ല ഇത് ഗുഡ് ഐഡിയ ആണോ ബാഡ് ഐഡിയ ആണോ എന്ന്. 3, എല്ലാ മാസവും സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടൻറ്റുമായിട്ടിരിക്കണം. 4 സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റായിട്ട് നോക്കണം എല്ലാ മാസവും. 1, ബാലൻസ് ഷീറ്റ്. 2, P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ്. 3, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. 4, അടുത്ത മാസത്തേക്കുള്ള ബഡ്ജറ്റിംഗ് ഫോർ നെക്സ്റ്റ് മന്ത്. ഇത് 4ഉം എല്ലാ മാസവും അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ ഇരുന്ന് ചെയ്യണം. അപ്പം നമ്മൾ ചോദിക്കും, എന്തോ ആ ചിലവ്, എന്തിനായിരുന്നു ഇത്രയും പൈസ ആയത്, എന്തിനാ ആ പൈസ അവിടെ ചിലവാക്കി, എന്താ അയാൾക്ക് അത്രയും പൈസ കൊടുത്ത്, എന്താ അറിയാൻ വയ്യാത്തത് ചോദിക്കണം. ചോദിച്ച് മനസ്സിലാകുമ്പോൾ എന്തുണ്ടായി? ബെറ്ററാകും. അപ്പോൾ ഈ അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് പഠിച്ചു എന്ത്, നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഈ വണ്ടിക്ക് നമുക്ക് എന്തൊക്കെയുള്ളത്? 3 മിററുണ്ട് അല്ലേ? ലെഫ്റ്റ്, റൈറ്റ്, സെൻട്രൽ. 3 മിറർ. ലെഫ്റ്റ് മിറർ എന്താ? ബാലൻസ് ഷീറ്റ്. റൈറ്റ് മിറർ എന്താ? P&L. സെൻട്രൽ മിറർ എന്താ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? കഴിഞ്ഞു പോയ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ 3 മിററും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യം. ഇനി ഫ്രണ്ടിൽ എന്തുണ്ട്? വിൻഷീൽഡ്. അതെന്തിനുള്ളതാ? മുന്നോട്ടുള്ള കാഴ്ച കാണാൻ. അതിൻ്റെ പേരാണ് ബഡ്ജറ്റിംഗ്. വാട്ട് ഈസ് എ ബിസിനസ്? ബിസിനസ് ഈസ് എ ഫിനാൻഷ്യൽ വെഹിക്കിൾ. നമുക്ക് സമ്പത്തുണ്ടാക്കി തരുന്ന ഒരു വണ്ടിയാണ് ബിസിനസ്. ആ വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ. ആ വണ്ടി ഓടിക്കുമ്പോൾ ഈ 3 ഗ്ലാസ് പുറയിലോട്ടും 1 ഗ്ലാസ് ഫ്രണ്ടിലോട്ടും നോക്കിയില്ലെങ്കിൽ നഷ്ടം സംഭവിക്കും. വണ്ടി ഓടും, നമ്മൾ ഉദ്ദേശിച്ച ലാഭം ഉണ്ടാവില്ല. ഇത് കാണണമെങ്കിൽ യു ഹാവ് ടു സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടൻറ്റ്. അപ്പോൾ നമ്മളിവിടെ ഓരോ ലെവൽ എഴുതിയല്ലേ? ഈ ലെവലിൽ നിൽക്കുമ്പോഴത്തെ അക്കൗണ്ടൻ്റ് അല്ല ഈ ലെവലിൽ വേണ്ടത്. ഓരോ ലെവൽ കഴിയും തോറും അക്കൗണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി മാറിക്കൊണ്ടേയിരിക്കണം. ഇവിടെ ആരെങ്കിലും ഒരാളൊരു ബുക്കിൽ എഴുതി വെച്ച് തന്നാൽ മതി ഫസ്റ്റ് ലെവലിൽ. പക്ഷേ 2ാമത്തേതിൽ വരുമ്പോൾ കൃത്യമായൊരു ബുക്ക് കീപ്പർ വേണം. 3ാമത്തേതിലേക്ക് വരുമ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് തന്നെ വേണം. 4ലേക്ക് വരുമ്പോൾ കൃത്യമായൊരു CA കാരൻ. നമുക്ക് പെർമനൻ്റ് ആയിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് വേണം? അങ്ങനെ ഇവിടേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? ഓരോ ലെവലിലും ഓരോ കഴിവുള്ള അക്കൗണ്ടൻ്റന്മാർ വേണം. എന്തിനാ? അവർക്ക് മാത്രമേ നമുക്ക് എന്ത് കാണിച്ചു തരാൻ പറ്റൂ? ഈ 3 മിററും 4ാമത്തെ വിൻഷീൽഡ് ബഡ്ജറ്റിങ്ങും കാണിച്ചു തരാൻ പറ്റൂ. എന്താ ബഡ്ജറ്റിംഗ്? ഇനി വരാൻ പോകുന്ന കാഴ്ചകൾ. ഇത് മുന്നോട്ടാണ് നോക്കുന്നത്. ഇത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല. കണ്ണും കൂട്ടിയിരുന്ന് വണ്ടി ഓടിക്കുന്നതിന് തുല്യമാണ്. എവിടെങ്കിലും പോയി ഇടിച്ച് നിൽക്കും, ഇല്ല ആരുടെയെങ്കിലും നെഞ്ചത്ത് പോയി കയറും. നഷ്ടമല്ലാതെ ലാഭം ഉണ്ടാവില്ല. ലാഭം ഉണ്ടാവണമെങ്കിൽ ഈ 4 കാര്യം നോക്കണം. സോ 3ാമത്തെ പ്രിൻസിപ്പിൾ, സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടൻറ്റ് എവരി മന്ത്. നിങ്ങൾ സ്ട്രഗിളിംഗ് ആണോ? സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടൻറ്റ് എവരി വീക്ക്. എല്ലാ ആഴ്ചയിലും ഇരിക്കണം അക്കൗണ്ടൻറ്റിൻ്റെ കൂടെ. റിയലി സ്ട്രഗിളിംഗ് ആണോ? സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടൻറ്റ് എവരി ഡേ. ഒരു ഗതിയില്ലാതെ നിൽക്കുകയാണോ? യു ഷുഡ് ബിക്കം യുവർ അക്കൗണ്ടൻറ്റ്. നിങ്ങളായിരിക്കണം അക്കൗണ്ടൻറ്റ്. കാരണം നമ്മുടെ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ഫിനാൻസ്. ബിക്കോസ് അവർ ബിസിനസ് ഇറ്റ് സെൽഫ് ഈസ് എ ഫിനാൻഷ്യൽ വെഹിക്കിൾ. 4ാമത്തതാണ് ഗെറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. പൈസ ആദ്യം മേടിക്കുക. കുറയ്ക്കുമായിരിക്കും അവർ, എന്നാലും കുഴപ്പമില്ല, കിട്ടാനുള്ളത് ആദ്യം മേടിച്ചോണം. ഈ പറഞ്ഞ 4 കണ്ടീഷൻസ് പാലിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ ഓരോ ലെവലിലേക്ക് നമുക്ക് കയറാൻ പറ്റൂ. എന്തൊക്കെയാ കണ്ടീഷൻ? നമ്പർ 1, ബിഗർ അല്ല ബെറ്റർ, വലുതല്ല മികച്ചത്. 2 എന്താ?
കടം വാങ്ങി ബിസിനസ് വളർത്തരുത്. 3 എന്താ? സിറ്റ് വിത്ത് യുവർ അക്കൗണ്ടന്റ് എവരി മന്ത്. 4 എന്താ? ഗെറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. സോ ലെറ്റ്സ് അൺലോക്ക്